ഇപ്പോൾ വെജൈന ക്ലീൻ ചെയ്യാനായിട്ട് ഒരുപാട് പ്രോഡക്ട്സ് മാർക്കറ്റിലുണ്ട്. ഇപ്പം ഒക്കെ പോലെയുള്ളത് അത് ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. നമ്മളെ കണ്ണും മൂക്കൊക്കെ സാധാരണ ക്ലീൻ ചെയ്യണം എങ്ങനെയെന്ന് അറിയോ? നമ്മൾ കഴുകിയിട്ടല്ലേ? നമ്മൾ ബോഡി ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. നമ്മളെ കണ്ണിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൂക്കിലൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. പീള ശ്രദ്ധിച്ചിട്ടുണ്ട്? കണ്ണിലെ പീള, മൂക്കുന്ന ഡിസ്ചാർജ്, അത് എന്തെങ്കിലും പാത്തോജൻസ് വരാതിരിക്കാൻ വേണ്ടി നമ്മളെ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ്. അതേപോലെയാണ് വെജൈനൽ ഡിസ്ചാർജും. അപ്പോൾ വെജൈനൽ ഡിസ്ചാർജ് പുറത്തേക്ക് വരുന്നത് എന്തോ ഒരു പ്രശ്നമുള്ളതാണെന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുള്ളത്. നമ്മളെ ബോഡീനെ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാഷ് ഔട്ട് ചെയ്യാണ്. എന്തെങ്കിലും പാത്തജൻസ് വന്ന് എക്സസീവായിട്ട് അത് പുറത്തേക്ക് വരും. ആ വെജൈനൽ ഡിസ്ചാർജിന്റെ pH ആസിഡിക് ആയിരിക്കും. കാരണം നമ്മളെ യൂട്രസ് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഓർഗനാണ്. കാരണം ഡെലിവർ ആവണല്ലോ ബേബി പുറത്തേക്ക്. അപ്പോൾ ആ ഡിസ്ചാർജ് എല്ലാം വന്ന് പുറത്ത് വെജൈനയിൽ കളക്ട് ചെയ്തിട്ട് ഒരു പ്ലഗായി ഫോം ചെയ്ത് ഉള്ളിലേക്കൊന്നും കടത്തി വിടരുത് എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ സോപ്പിട്ട് അടിച്ച് ഉള്ളിലേക്ക് വാഷ് ചെയ്ത് ആ വെജൈനൽ pH ഫുള്ള് ഡിസ്റ്റർബ് ചെയ്ത്. ഈ വാഷ് ഒന്നും അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റേ യൂസ് ചെയ്യണ്ടാവില്ല. നിങ്ങൾ ഈ വാഷിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സ്മെല്ല് ഉണ്ടാവും, കെമിക്കൽ സ്മെല്ല്. ശരിക്കും വെജൈനൽ ഏരിയയിൽ ഒരു സ്മെല്ലുള്ള ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ഒരു സാധനം തൊടിക്കാൻ പാടില്ല. കാരണം കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് അവിടെ കൂടുതൽ ഇൻഫെക്ഷൻ പ്രോൺ ആയി മാറുകയും ചെയ്യും. അപ്പം നിങ്ങൾ സാധാ വെള്ളം കൊണ്ട്, ടാപ്പ് വെള്ളം കൊണ്ട് കഴുകാൻ വെച്ചാൽ ഒരാണ് ഉപ്പ് വെള്ളം ഇട്ട് ചൂടുവെള്ളം കൊണ്ടൊക്കെ കഴുകുക. അതൊന്നും ആവശ്യമില്ല. സാധാ വെള്ളം കൊണ്ട് കഴുകുക, കോട്ടൻ്റെ തുണി വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കാം. വെജൈനൽ ഉള്ളിലേക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പെരിനിയൽ ഏരിയ എന്ന് പറയും, ആ യോനി ഭാഗം മാത്രം വാഷ് ചെയ്താൽ മതി.